ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട് FIFO LIFO with little adjustments. In the previous video, I discussed about how to value the material under FIFO and LIFO. Now I move to the same problem with little adjustments. So see the questions. Prepare stores ledger account under FIFO and LIFO. So this is a question. On 24th December 2019, we have an opening balance of 100 tons at the rate of rupees 10 per ton. Issued on the same date, issued 60 tons. And on 25th December, received 120 tons at the rate of rupees 10.10 per ton. And on the same date, issued 50 tons. Within bracket, stock verification reveals a loss of 2 tons. On 27th December, received back from order 20 tons which were originally issued at the rate of rupees 9.90 per ton. And on 28th December, issued 80 tons. And on 29th December, received 44 tons at the rate of rupees 10.20 per ton. And on 31st December, issued 66 tons. So this is the question. And how to prepare stocks ledger account by using the information given in the question. So draw a stocks ledger account, write within bracket FIFO. We have 10 columns stocks ledger account. So see the questions date wise. It started with 24th December. We have an opening balance of 100 tons at the rate of rupees 10 per ton. So directly move to the balance column, write the date on the date column and move to the balance column. 100 worth rupees 10 is equal to 1000. This is an opening balance 100 ton at the rate of rupees 10 and worth rupees 1000. Then on the same date we have an issue of 60 tons. So this is FIFO method, first in first out method. So on 24th issue 60 tons. This 60 tons is taken from the opening balance of 100 tons. So 60 ton at the rate of 10 worth rupees 600. So 100 നിന്ന് 60 പോയാൽ ബാക്കിയുള്ള 40 ആണ് ബാലൻസിൽ വരുന്നത്. 40 10 rupees തോതിൽ 400 we have a balance on 24th December. Then on 25th, received 120 tons at the rate of rupees 10.10 per ton. അതായത് 120 ടൺ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് 25-ാം തീയതി. 120 10.10 1212 ഇഷ്യൂ ഇല്ല. ദെൻ ഈ ഇപ്പോൾ വാങ്ങിച്ച എമൗണ്ട് ഡയറക്റ്റ്ലി ബാലൻസ് കോളത്തിലേക്ക് 120 10.10 1212. സോ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബാലൻസ് എന്ന് പറയുന്നത് നേരത്തെ ഇഷ്യൂ ചെയ്തതിൻ്റെ ബാക്കി 40 ടൺസ് ഉണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ വാങ്ങിച്ച 120 ടൺസ് ഉണ്ട്. ദെൻ ഓൺ ദ സെയിം ഡേറ്റ് 25th, issued 50 tons. സ്റ്റോക്ക് വെരിഫിക്കേഷൻ റിവീൽസ് എ ലോസ് ഓഫ് 2 tons. 25-ാം തീയതി നമ്മൾ 50 ടൺ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അവിടെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് വെച്ച് നോക്കുമ്പോൾ 2 ടണ്ണിൻ്റെ ലോസ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഡേറ്റ് 25/12/2019. നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടത് 50 ടൺസാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. സോ FIFO മെത്തേഡ് പ്രകാരം നമ്മളെ കയ്യിൽ ആദ്യമുള്ള സ്റ്റോക്ക് ഏർലിയസ്റ്റ് കൺസൈൻമെൻറ്റിൽ നിന്നാണ് നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്യേണ്ടത്. സോ നമ്മളെ കയ്യിൽ ആദ്യം 40 ടണ്ണിൻ്റെ ഒരു സ്റ്റോക്ക് ഉണ്ട്, അതിനുശേഷം 120 ടണ്ണിൻ്റെ ഒരു സ്റ്റോക്ക് ഉണ്ട്. സോ ഈ 40 ടണ്ണിൽ നിന്ന് ആണ് നമ്മൾ ഈ 40 ടണ്ണ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നത്. കാരണം 50 ടണ്ണാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. സോ റിമൈനിങ് 10 ടൺ നമ്മൾ ഈ 120 ടൺസ് നിന്നാണ് എടുക്കേണ്ടത്. സോ 40 ടൺസ് അറ്റ് ദ റേറ്റ് ഓഫ് 10 rupees 400. ദെൻ ഈ 120-ന്ന് 10 ടൺസും കൂടി എടുക്കുക. 10 അതിൻ്റെ റേറ്റ് 10.10 ആണ്. അപ്പോൾ 10 × 1.10 ദെൻ 101. ദെൻ ബാക്കി വരുന്നത് 120-ന്ന് 10 ടൺ നമ്മൾ എടുത്തതിന് ശേഷം ബാക്കി വരുന്നത് 110 ടൺ.
ദെൻ 110 ടണ്ണ് 10 രൂപ 10 പൈസ തോതിൽ 1111 രൂപൻ്റെ ബാലൻസ് നമ്മളെ കയ്യിൽ ഇപ്പോൾ 25-ാം തീയതി ഇവിടെ ബാക്കിയുണ്ട്. ഇനി നമ്മൾ 25-ാം തീയതി തന്നെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുമ്പം 2 ടണ്ണിൻ്റെ ലോസ് അവിടെ കാണുന്നുണ്ട്. സോ ഈ ലോസിനെ നമ്മൾ ഇഷ്യൂ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അതായത് 2 ടണ്ണിൻ്റെ നഷ്ടം അവിടെ കാണുന്നുണ്ട്. ഇതിനെ നമ്മൾ ഇഷ്യൂ ചെയ്തതായിട്ടാണ് സ്റ്റോക്സ് ലെഡ്ജർ അക്കൗണ്ടിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. സോ ലോസ് കാണുമ്പോൾ നമ്മൾ ഇഷ്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. സോ റൈറ്റ് ഓൺ ദ സെയിം ഡേറ്റ് 25/12/2019 റെസിപ്റ്റ് കോളത്തിലില്ല. ദെൻ ഈ 2 ടണ്ണ് നമ്മൾ ലോസുള്ള 2 ടണ്ണ് നമ്മൾ ഇഷ്യൂൻ്റെ കോളത്തിൽ എഴുതും. സോ 2 ടണ്ണ് സെയിം റേറ്റ് തന്നെയാണ് 10.10 രൂപ 20.2 രൂപ. ദെൻ ബാക്കിയുള്ള ഈ 110 ഈ 2 ടൺ ലോസ് ഉള്ളത് കുറച്ചതിന് ശേഷം 108 ടണ്ണാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ളത്. സോ 108 10.10 രൂപ 1010.8 രൂപ. അപ്പോൾ 25-ാം തീയതി 3 ട്രാൻസാക്ഷൻ വരുന്നുണ്ട്. ഒന്ന് റെസിപ്റ്റ് വരുന്നുണ്ട്, അതുപോലെ സെയിം ഡേറ്റിന് ഇഷ്യൂ വരുന്നുണ്ട്, അതിൻ്റെ കൂടെ 2 ടണ്ണ് ലോസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ലോസും ഇഷ്യൂ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി 27-ാം തീയതി റിസീവ്ഡ് ബാക്ക് ഫ്രം ഓർഡർ 20 tons which were originally issued at rupees 9.90 per ton. അതായത് ഒറിജിനലി 90 രൂപ 90 പൈസക്ക് ഇഷ്യൂ ചെയ്ത മെറ്റീരിയൽ നമ്മൾ വീണ്ടും നമ്മളെ സ്റ്റോക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇഷ്യൂ ചെയ്ത സാധനം വീണ്ടും നമ്മൾക്ക് തിരിച്ചിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇഷ്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്ത് തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും അത് റെസിപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. സോ 27-ാം തീയതി 20 ടണ്ണ് 9.90 198 റുപ്പീസ് ഇഷ്യൂ ഇല്ല. ദെൻ അത് നേരത്തെ ബാലൻസിൻ്റെ താഴെ 20 ടണ്ണ് 9.90 രൂപ 198 രൂപ നമ്മൾ ബാലൻസിലേക്ക് അത് മാറ്റി. ഇനി 28-ാം തീയതി നമ്മൾ 80 ടൺ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 28-ാം തീയതി നമ്മൾ 80 ടൺ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. സോ ഈ റൈറ്റ് ഓൺ ദ ഡേറ്റ് കോളം 28 ഡിസംബർ റെസിപ്റ്റ് ഒന്നുമില്ല, ഇഷ്യൂ 80 ടണ്ണ്. ഈ 80 ടണ്ണ് എന്ന് പറയുന്നത് ഫിഫോ മെത്തേഡാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. നമ്മളെ കയ്യിൽ ഇപ്പം ബാലൻസ് ഉള്ളത് 108 ടണ്ണുണ്ട്. ദെൻ അതിന് ശേഷമുള്ള 20 ടൺസ് ഉണ്ട്. അപ്പോൾ ഏർലിയസ്റ്റ് കൺസൈൻമെൻ്റായ 108-ൽ നിന്ന് 80 ടണ്ണ് നമ്മൾ ഇഷ്യൂ ചെയ്യണം. 10 രൂപ 10 പൈസ തോതിൽ 808 രൂപ. ദെൻ ബാക്കിയുള്ളത് ഈ 108 ടണ്ണിൽ നിന്ന് 80 ടണ്ണ് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് 28 ടണ്ണ് 108 മൈനസ് 80 ആണ് ഇവിടുത്തെ 28 ടണ്ണ് 10 രൂപ 10 പൈസ തോതിൽ 282.8 റുപ്പീസിൻ്റെ സ്റ്റോക്ക് ഉണ്ട്. ദെൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത 20 ടണ്ണുണ്ട് ഇവിടെ. ഇത് താഴെ ഇറക്കിയത് 20 9.90 198 റുപ്പീസ്. ഇനി 29-ാം തീയതി നമ്മൾക്ക് റിസീവ് ചെയ്യുന്നുണ്ട് 44 ടൺസ് അറ്റ് ദ റേറ്റ് ഓഫ് 10.20 per ton. സോ റൈറ്റ് ഓൺ ദ ഡേറ്റ് കോളം 29th December 44 ടൺ 10.20 448.8. ദെൻ ഈ സ്റ്റോക്ക് ഇപ്പോൾ വാങ്ങിച്ച റെസിപ്റ്റ് നേരെ നമ്മൾ ബാലൻസിലേക്ക് പോകും. 44 ടൺ 10.20 448.8. അപ്പോൾ നമ്മുടെ കയ്യിൽ 3 സ്റ്റോക്ക് ഇപ്പോൾ ബാലൻസ് ഉണ്ട്. 28-ാം തീയതിൻ്റെ അവസ്ഥ 29-ാം തീയതിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ 3 ടണ്ണ് നമ്മളെ കയ്യിൽ ബാക്കിയുണ്ട്. 28 ടണ്ണുണ്ട്, 20 ടണ്ണ് 44 ടണ്ണ്. ഇനി ആ മാസം ലാസ്റ്റ് December 31 നമ്മൾ 66 ടണ്ണ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ഈ 66 ടണ്ണ് ഇഷ്യൂ ചെയ്യുമ്പോൾ ആദ്യം എടുക്കണം. അപ്പോൾ ഡേറ്റ് ചെയ്താൽ 31/12/2019 റെസിപ്റ്റ് ഇല്ല, ഇഷ്യൂ. അപ്പോൾ നമ്മൾ അതിൽ തൊട്ട് മുമ്പേയുള്ള ഡേറ്റിൻ്റെ ബാലൻസ് കോളം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് ത്രീ ബാലൻസസ്. അപ്പോൾ ആദ്യത്തെ 28 കംപ്ലീറ്റ് എടുത്ത് 28 10.10 രൂപ 282.8. പിന്നെ വീണ്ടും രണ്ടാമത്തെ 20 ടണ്ണ് കംപ്ലീറ്റ് നമ്മളെടുത്ത് 9.90 രൂപ തോതിൽ 198 റുപ്പീസ്. അപ്പോൾ 28 20 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 48 ആയിട്ടുള്ളൂ. നമുക്ക് 66 ടൺ ഇഷ്യൂ ചെയ്യണം. അപ്പോൾ 66-ന്ന് 48 കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും 18 ടണ്ണ് നമുക്ക് ആവശ്യമുണ്ട്. ഈ 18 ടണ്ണ് ലാസ്റ്റിലുള്ള 44 ടണ്ണെന്ന് നമ്മൾ എടുക്കും. സോ 44-ന് 18 ടണ്ണ് എടുത്ത് 10-20 തോതിൽ 183.6 രൂപ. സോ ബാക്കി നമ്മളെ കയ്യിലുള്ളത് 44 ടണ്ണിന്ന് 18 ടണ്ണ് കുറച്ചാൽ ബാക്കി നമ്മളെ കയ്യിലുള്ളത് 26 ടണ്ണ് 10 രൂപ 20 പൈസ തോതിൽ 265.2.
സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പ്രകാരം സ്റ്റോക്സ് ലെഡ്ജർ അക്കൗണ്ട് FIFO മെത്തേഡ് പ്രകാരം ഡ്രോ ചെയ്യുന്നത്. സോ അതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് വി ഹാവ് ക്ലോസിംഗ് സ്റ്റോക്ക് ആസ് ഓൺ 31st December 2019 26 units at the rate of 10.20 worth rupees 265.2. ഇതാണ് ഇതിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇവിടെ ഉള്ള അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ റിസീവ്ഡ് ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ റെസിപ്റ്റ് ആയിട്ട് എടുക്കണം. ഓൾറെഡി ഇഷ്യൂ ചെയ്തതാണ് റിസീവ്ഡ് ബാക്ക് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് റെസിപ്റ്റ് ആയിട്ട് എടുക്കണം. പിന്നെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് പ്രകാരം ലോസ് അവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോസിനെ നമ്മൾ സെയിം ഡേറ്റിൽ തന്നെ ഇഷ്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇതാണ് ഇവിടുത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇനി ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, LIFO മെത്തേഡ് പ്രകാരം വരച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. So by using the same question, how to prepare stocks ledger account under LIFO method. So see the question carefully. Listen. Stocks ledger account under LIFO method. Date on 24th December we have an opening balance of 110 worth rupees 10 rupees. So 110 rupees, that is equal to 1000. Then on the same date we have an issue 60 units worth rupees 10. അതായത് നമ്മൾ 24-ാം തീയതി വാങ്ങിച്ച 24-ാം തീയതി ഉള്ള ആ സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതേ ഡേറ്റിന് തന്നെ 60 യൂണിറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. സോ 60 units rupees 10 200 rupees, 60 units 10 rupees 600, remaining balance 100 and 60 പോയാൽ remaining balance 40 10 rupees 400. then next on 25th നമ്മൾ 120 യൂണിറ്റ് നമ്മൾ റെസിപ്റ്റ് വാങ്ങിക്കുന്നുണ്ട്. സോ 120 യൂണിറ്റ് 10 രൂപ 10 പൈസ തോതിലാണ് നമ്മൾ വാങ്ങിക്കുന്നത്, 1212 രൂപ. ദെൻ ആ ഡേറ്റിന് ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ ഈ വാങ്ങിച്ച സ്റ്റോക്ക് നമ്മൾ നേരെ എവിടത്തേക്ക് കൊണ്ടുപോകും, ബാലൻസിലേക്ക് കൊണ്ടുപോകും. 120 10.10 1212 രൂപ. ദെൻ സെയിം ഡേറ്റിന് തന്നെ നമുക്ക് 50 സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യണം. സോ 50 സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ അവിടെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് പ്രകാരം 2 ടൺ ലോസ് ആയിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 50 യൂണിറ്റ് എന്ന് പറയുന്നത് LIFO മെത്തേഡാണ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ്. സോ ഈ 50 യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മളെ ലേറ്റസ്റ്റ് കൺസൈൻമെൻറ്റാണ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത്. സോ ലേറ്റസ്റ്റ് കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള ഡീറ്റെയിൽസ് പ്രകാരം ഏറ്റവും ലാസ്റ്റ് നമ്മളെ കയ്യിൽ വാങ്ങിച്ചത് നമ്മൾ 25-ാം തീയതി വാങ്ങിച്ചത് 120 യൂണിറ്റാണ്. അതിൽ നിന്നാണ് ഈ 50 എടുക്കേണ്ടത്. സോ 120 നിന്ന് 50 എടുക്കുക, 10 രൂപ 10 പൈസ തോതിൽ 505 രൂപ. ബാക്കി വരുന്നത് നേരത്തെയുള്ള 40 യൂണിറ്റ് അതേപോലെ താഴെ ഇറക്കിയാൽ മതി, 40 10 400. ദെൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ച 120 നിന്ന് 50 യൂണിറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന 70 യൂണിറ്റ് 10 രൂപ 10 പൈസ തോതിൽ 707 രൂപ. ദെൻ ഇവിടെ നിന്നാണ് 2 ടണ്ണ് ലോസ് ആയത് കാണുന്നത്. അപ്പോൾ സെയിം ഡേറ്റിനാണ് 25 ഡേറ്റ് കൊടുക്കുക. ദെൻ ഈ 70 നിന്ന് 2 യൂണിറ്റ് ലോസ് ആയിട്ട് കാണുന്നുണ്ട്, അത് ഇഷ്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ 70 നിന്ന് 2 ഇഷ്യൂ ചെയ്ത് 10 രൂപ 10 പൈസ തോതിൽ 202 രൂപ. സോ 70 നിന്ന് 2 കുറച്ചാൽ ബാക്കി വരുന്ന 68 യൂണിറ്റ് ഇവിടെ ബാലൻസ് കാണുന്നുണ്ട്. നേരത്തെയുള്ള 40 യൂണിറ്റ് എഴുതിയതിന് ശേഷം അതിൻ്റെ താഴെയാണ് 70 നിന്ന് 2 യൂണിറ്റ് മൈനസ് ചെയ്തിട്ടുള്ള 68 യൂണിറ്റ് ഇവിടെ ബാലൻസ് ആയിട്ട് കാണിക്കുന്നത്. ഇനി 27-ാം തീയതി നമ്മൾ 20 യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. 20 യൂണിറ്റ് 9.90 രൂപ തോതിൽ 90 പൈസ തോതിൽ. സോ 20 9.90 198 റുപ്പീസ്. അത് ഓട്ടോമാറ്റിക്കലി ബാലൻസ് കോളത്തിലേക്ക് വരും. അപ്പോൾ ഫസ്റ്റ് ഉള്ളത് LIFO മെത്തേഡ് പ്രകാരം ലാസ്റ്റ് ഉള്ളതാണ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത്. അതുകൊണ്ട് സ്റ്റോക്ക് നമ്മൾ നേരത്തെ എഴുതിയതുപോലെ താഴെ ഇറക്കിയത് 40 യൂണിറ്റ് 10 രൂപ 400, 68 യൂണിറ്റ് 10 10 686.8, ഇപ്പം വാങ്ങിച്ച 20 യൂണിറ്റ് 9.90 198. ഇനി 28-ാം തീയതി നമുക്ക് 80 യൂണിറ്റ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ 80 യൂണിറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഉള്ളത് ഫസ്റ്റ് എടുക്കണം. 20 യൂണിറ്റ് കംപ്ലീറ്റ് ഫസ്റ്റ് ഇഷ്യൂ ചെയ്ത് കൊടുത്തു. ബാക്കി വരുന്ന 60 യൂണിറ്റ് അതിന് തൊട്ട് മുമ്പേ ഉള്ള 68 യൂണിറ്റിൽ നിന്ന് 60 യൂണിറ്റ് എടുത്ത്
10 രൂപ 10 പൈസ തോതിൽ 606. ദെൻ ബാക്കി വരുന്നത് 68 60 കഴിച്ചാൽ ബാക്കി വരുന്നത് 8 യൂണിറ്റ് 10 രൂപ 10 പൈസ തോതിൽ 80.8 രൂപ. അപ്പോൾ നമ്മളെ കയ്യിൽ 28-ാം തീയതി ഇത്രയാണ് ബാലൻസ് ഉള്ളത്. നേരത്തെയുള്ള 40 യൂണിറ്റും ഇപ്പോൾ ഇഷ്യൂ ചെയ്തതിൻ്റെ ബാക്കി 68 60 കുറച്ചിട്ട് ബാക്കി 8 യൂണിറ്റും. ഇനി നമ്മൾ 29-ാം തീയതി വീണ്ടും 44 യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. 44 യൂണിറ്റ് 10.20, ദാറ്റ് ഈസ് 448.8 റുപ്പീസ്. ദെൻ ആ ഡേറ്റിന് ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ വാങ്ങിച്ച ആ സ്റ്റോക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി എടുത്തേക്ക് മാറ്റും, നമ്മൾ ബാലൻസിലേക്ക് നമ്മൾ മാറ്റും. അപ്പോൾ 40 യൂണിറ്റ്സ് 10 റുപ്പീസ് തോതിൽ 400. ദെൻ നേരത്തെയുള്ള 68 യൂണിറ്റിൽ നിന്ന് 60 യൂണിറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന 8 യൂണിറ്റ് വീണ്ടും താഴെ ഇറക്കിയത്. പിന്നെ ഇപ്പോൾ വാങ്ങിച്ച 44 യൂണിറ്റ് നമ്മൾ എഴുതി. ലേറ്റസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത് 29-ാം തീയതിക്ക് 44 യൂണിറ്റ് നമ്മളിവിടെ താഴെ എഴുതി. 44 യൂണിറ്റ് 10.20 448.8. ഇനി നമ്മൾ ലാസ്റ്റ് 31-ാം തീയതി 31/12/2019 നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്യാനുണ്ട്. 66 യൂണിറ്റാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. നേരത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. 66 യൂണിറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യണം. സോ ഈ 66 യൂണിറ്റ് നമ്മൾ എടുക്കുന്നത് ലിഫോ മെത്തേഡാണ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ്. അപ്പോൾ ലാസ്റ്റ് പർച്ചേസ് ചെയ്തത് നമ്മൾ ആദ്യം എടുക്കണം. അപ്പോൾ ലാസ്റ്റ് പർച്ചേസ് ചെയ്തത് 29/12 അത് ആദ്യം നമ്മൾ കംപ്ലീറ്റ് എടുത്ത് 44 യൂണിറ്റ് 10 രൂപ 20 പൈസ തോതിൽ 448.8. ദെൻ അതിന് തൊട്ട് മുമ്പേയുള്ള 8 യൂണിറ്റ് എടുത്ത് കംപ്ലീറ്റ്. അപ്പോൾ 44ഉം 8ഉം കൂട്ടി കഴിഞ്ഞാൽ 52 യൂണിറ്റ്. പക്ഷേ 52 യൂണിറ്റ് പോരാ, നമുക്ക് 66 യൂണിറ്റ് ഇഷ്യൂ ചെയ്യണം. ബാക്കി വരുന്ന 14 യൂണിറ്റ് അതിന് ഏറ്റവും മുമ്പേയുള്ള 40 യൂണിറ്റിൽ നിന്ന് 14 യൂണിറ്റ് എടുത്ത് 10 രൂപ തോതിൽ 140 റുപ്പീസ്. ദെൻ ബാക്കി വരുന്ന 40 നിന്ന് 14 കുറച്ചിട്ടുള്ള 40, ഈ 40 യൂണിറ്റിൽ നിന്ന് ഈ 14 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 26 യൂണിറ്റ്. അത് ബാലൻസിൽ 10 രൂപ തോതിൽ 260 രൂപ. സോ ലിഫോ മെത്തേഡ് പ്രകാരം ക്ലോസിംഗ് സ്റ്റോക്ക് ആസ് ഓൺ 31st ഡിസംബറിൽ നമുക്ക് കിട്ടുന്നത് വി ഹാവ് 26 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹10 for ₹260. അപ്പോൾ ലിഫോ മെത്തേഡായാലും ഫിഫോ മെത്തേഡായാലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ യൂണിറ്റ് സെയിം ആയിരിക്കും. 26 യൂണിറ്റ് തന്നെയാണ് നമ്മൾ ഫിഫോ മെത്തേഡ് പ്രകാരം നമുക്ക് കിട്ടിയത്. പക്ഷേ വാല്യൂവിൽ ചെറിയൊരു മാറ്റം വരും. കാരണം നമ്മൾ അവിടെ ഏർലിയസ്റ്റ് കൺസൈൻമെൻറ്റ് ഫസ്റ്റ് റിസീവ്ഡ് മെറ്റീരിയൽസ് ആണ് ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇവിടെ ലേറ്റസ്റ്റ് കൺസൈൻമെൻറ്റ് ലാസ്റ്റ് റിസീവ്ഡ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 260 റുപ്പീസിൻ്റെ സ്റ്റോക്ക് ബാക്കിയുണ്ട്. അവിടെ കുറച്ചും കൂടി 260 റുപ്പീസിൻ്റെ സ്റ്റോക്ക് അവിടെ ബാക്കിയുണ്ട്. സോ ഇൻ ദിസ് വേ വി ആർ ഏബിൾ ടു പ്രിപ്പയർ സ്റ്റോക്സ് ലെഡ്ജർ അക്കൗണ്ട്. I hope you all are clear with my explanation. Enjoy my class and do support for me. Thank you.